പ്രിയ കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ 5ാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. കഥയിലേക്ക് പോകും മുമ്പ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് മടങ്ങാം. അധ്യായം 12. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 30. 5 മണിയോടെ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി. ജോനാഥൻ എത്തിയിരുന്നില്ല. ആർത്തറും കിൻസിയും മീനയും ഉണ്ടായിരുന്നു. എന്നെ കണ്ട ഉടനെ മീന പോയി ചായ തയ്യാറാക്കിക്കൊണ്ട് വന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചു. ഒരു സ്ത്രീയുടെ കൈകൊണ്ട് എൻ്റെ വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഞാനത് തുറന്നു പറഞ്ഞുകൊണ്ട് മീനയ്ക്ക് നന്ദി പറഞ്ഞു. പുഞ്ചിരിയോടെ മീന എന്നോട് ചോദിച്ചു, ഡോക്ടർ, ഞാനൊരു സഹായം ചോദിച്ചു കൊള്ളട്ടെ? തീർച്ചയായും. എന്താണത്? എനിക്ക് താങ്കളുടെ ആ രോഗി റെൻഫീൽഡിനെ ഒന്ന് കാണണമെന്നുണ്ട്. അങ്ങയുടെ ഡയറി കുറിപ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ വിചിത്ര മനുഷ്യനെ പരിചയപ്പെടാൻ ഒരു മോഹം. ഞാൻ അത് അനുവദിച്ചു. എന്നു മാത്രമല്ല, ഞാനും മീനയ്ക്കൊപ്പം റെൻഫീൽഡിൻ്റെ മുറിയിലേക്ക് നടന്നു. മീനയെ കൂടാതെ ഞാൻ തനിച്ച് ആദ്യം അയാളുടെ മുറിയിൽ കയറി ചെന്നു. ഹലോ റെൻഫീൽഡ്, താങ്കൾ ഹാപ്പിയല്ലേ? ഒരു സ്ത്രീ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. വരാൻ പറയട്ടെ? സ്ത്രീയോ? ഏത് സ്ത്രീ? എന്തിനാ അവർ എന്നെ കാണണം? റെൻഫീൽഡ് മുഷിഞ്ഞ ഭാവത്തിൽ ചോദിച്ചു. അവർ എൻ്റെ വീടും ഇവിടെയുള്ളവരെയുമൊക്കെ കാണാൻ വന്നതാണ്. അക്കൂട്ടത്തിൽ നിങ്ങളെയും കാണുന്നു, അത്രയേ ഉള്ളൂ. ഓഹോ, ഇങ്ങനെയെങ്കിൽ വന്നുകൊള്ളട്ടെ. പക്ഷേ ഒരു മിനിറ്റ്, ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വച്ചുകൊള്ളട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വൃത്തിയാക്കലാണ് അയാൾ നടത്തിയത്. അവിടെ സ്റ്റോക്കുണ്ടായിരുന്ന ഈച്ചകളെയും എട്ടുകാലികളെയും അയാൾ ഒറ്റയടിക്ക് അകത്താക്കി. ആരെങ്കിലും തടയും മുൻപേ ചെയ്യുന്ന ഒരു തിരക്കിട്ട ജോലി പോലെയായിരുന്നു അത്. സാധാരണ കാണാറുള്ളതാണെങ്കിലും എനിക്ക് വല്ലാത്ത അറപ്പും വെറുപ്പും തോന്നി. മീന അത് കാണാതിരുന്നത് നന്നായി എന്ന് തോന്നുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്തതുപോലെ റെൻഫീൽഡ് പറഞ്ഞു, ഇനി ആ സ്ത്രീ വന്നോട്ടെ. എന്നിട്ട് ഒരു പാവത്താനെ പോലെ കട്ടിലിൽ തലയും കുമ്പിട്ടിരുന്നു. തല കുനിഞ്ഞിട്ടാണെങ്കിലും അയാളുടെ ദൃഷ്ടികൾ വാതിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇയാൾ മീനെ ആക്രമിക്കുമോ? ഇതിലേറെ ശാന്തനായിരുന്ന ഇയാൾ അന്ന് എന്നെ ആക്രമിച്ചതല്ലേ? ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും അക്രമം കാട്ടിയാൽ തടയാൻ പാകത്തിൽ ഒരുങ്ങി നിന്നുകൊണ്ട് ഞാൻ മീനയെ വിളിച്ചു. മീന ഒരു മാലാഖയെപ്പോലെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നാൽ കാര്യപ്പിടിപ്പുള്ള ധീരയായ സ്ത്രീയായി കടന്നു വന്നു. ആദ്യ ദർശനത്തിൽ തന്നെ റെൻഫീൽഡ് മീനയുടെ വിനീത വിധേയനാകുന്നതാണ് കണ്ടത്. ഭ്രാന്തന്മാർ പൊതുവെ ലാളിത്യമുള്ള സ്ത്രീകളെ ബഹുമാനിക്കാറുണ്ട്. മീന നിറപുഞ്ചിരിയോടെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് നിർഭീകയായി അയാളുടെ അടുത്തേക്ക് നടന്നു. ഗുഡ് ഈവനിങ് മിസ്റ്റർ റെൻഫീൽഡ്. ഡോക്ടർ പറഞ്ഞ് താങ്കളെ എനിക്കറിയാം. ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. വിരോധമില്ലല്ലോ? ഒരു വിരോധവുമില്ല. സന്തോഷം. പിന്നെ ഡോക്ടർ വിവാഹം കഴിക്കാൻ ആലോചിച്ച സ്ത്രീ നിങ്ങളല്ലല്ലോ? അല്ല, എനിക്കറിയാം. ആ സ്ത്രീ മരിച്ചുപോയി. അല്ല, ഞാൻ വിവാഹിതയാണ്. ഡോക്ടർ പരിചയപ്പെടും മുൻപ് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ജോനാഥൻ ഹാക്കറാണ് എൻ്റെ ഭർത്താവ്. മധുരമായി ചിരിച്ചുകൊണ്ട് മീന പറഞ്ഞു. അവളെ ആകമാനം ഒന്നുകൂടി നോക്കിയിട്ട് റെൻഫീൽഡ് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുന്നു? ഞാനും ഭർത്താവും കൂടി ഡോക്ടറെ സന്ദർശിക്കാൻ വന്നതാണ്. തൽക്കാലം ഇവിടെ താമസിക്കുന്നു. ഇവിടെ നിങ്ങൾ താമസിക്കരുത്, റെൻഫീൽഡ് താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. മീന കൗതുകത്തോടെ ചോദിച്ചു, എന്തുകൊണ്ട് ഇവിടെ താമസിച്ചുകൂടാ? സംഭാഷണം ഈ രീതിയിൽ പോയാൽ കുഴപ്പമാകുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇടപെട്ടു. ഞാനൊരാളെ വിവാഹം കഴിക്കാൻ ആലോചിച്ചുവെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? റെൻഫീൽഡ് എന്നെ നോക്കിക്കൊണ്ട് പുച്ഛഭാവത്തിൽ പറഞ്ഞു. എന്തൊരു മണ്ടൻ ചോദ്യമാണിത് മിസ്റ്റർ റെൻഫീൽഡ്. നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. മീനയാണ് എനിക്ക് പകരം സംസാരിച്ചത്. എന്നോട് പുച്ഛഭാവം പ്രകടിപ്പിച്ചെങ്കിലും മീനയോട് അയാൾ മര്യാദയ്ക്കാണ് സംസാരിച്ചത്. മിസ്സിസ് ഹാക്കർ, ഞങ്ങളുടെ യജമാനൻ എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഡോക്ടർ സെവാർഡിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമല്ല, ഞങ്ങൾ രോഗികളും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ളവരെല്ലാം ചിത്തഭ്രമം ബാധിച്ചവരാണ്. അവരിൽ തന്നെ ചില കുബുദ്ധികളുമുണ്ട്. സ്ഥിരബുദ്ധിയുള്ള സംസ്കാരസമ്പന്നനായ ഒരു മനുഷ്യനെപ്പോലെ റെൻഫീൽഡ് സംസാരിക്കുന്നത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നി. മിസ്സിസ് ഹാർക്കറുടെ സാന്നിധ്യം അയാളുടെ ഓർമ്മകളുടെ തന്ത്രികൾ എവിടെയോ സ്പർശിച്ചിട്ടുണ്ടാവാം. റെൻഫീൽഡിൽ വന്ന ഈ അത്ഭുതകരമായ മാറ്റത്തിന് കാരണക്കാരി മീനയാണെങ്കിൽ തീർച്ചയായും അവളിൽ എന്തോ അപൂർവതകൾ ഉണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ആ സംഭാഷണം കുറേ സമയത്തേക്ക് നീണ്ടു. റെൻഫീൽഡ് യുക്തിസഹമായും സ്വാഭാവികമായുമാണ് സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ മീന അയാളെ കൂടുതൽ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. മെല്ലെ മെല്ലെ സംഭാഷണം അയാളുടെ ഇഷ്ടവിഷയങ്ങളിലേക്ക് നീങ്ങി. മീനയുടെ ചോദ്യങ്ങൾക്കെല്ലാം സ്ഥിരബുദ്ധിയോടെയാണ് അയാൾ മറുപടി പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ അയാൾ എന്നെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് സംസാരിച്ചതും എന്നിൽ വലിയ അത്ഭുതമുളവാക്കി. അയാൾ പറഞ്ഞു, എന്തിനധികം ഈ എന്നെ തന്നെ നോക്കുക. വിചിത്രമായ വിശ്വാസങ്ങൾ ഉള്ള ഒരാളാണ് ഞാൻ. പേടിച്ചു പോയ എൻ്റെ ബന്ധുക്കൾ എന്നെ പിടിച്ച് തടവിലാക്കി. പണ്ടേ തന്നെ ജീവിതത്തിൻ്റെ അനശ്വരതയിലും ക്രിയാത്മകതയിലും വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ.
വിശ്വസ്ത വിഭാഗത്തിൽപ്പെട്ട നൂറുകണക്കിന് ജീവികളെ ജീവനോടെ തിന്നാൽ അനശ്വരത്വം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ചില സന്ദർഭങ്ങളിൽ മനുഷ്യരെ തന്നെ കൊല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഈ ഡോക്ടറെ തന്നെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ ചോര കുടിച്ചാൽ എൻ്റെ ശരീരത്തിന് അത്രയും കൂടി കരുത്ത് കൂട്ടാമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. രക്തമാണ് ജീവിതം എന്ന വേദപ്രമാണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് സത്യമല്ലേ ഡോക്ടർ? അതെ എന്ന് ഞാൻ തലകുലുക്കി സമ്മതിച്ചു കൊടുത്തെങ്കിലും സത്യത്തിൽ ഞാനിപ്പോൾ പരിഭ്രാന്തനായിരുന്നു. എന്തു പറയണമെന്നോ പ്രവർത്തിക്കണമെന്നോ നിശ്ചയമില്ലാത്ത അവസ്ഥ. അല്പം മുൻപ് പോലും ഈച്ചകളെയും എട്ടുകാലികളെയും ചവച്ചു നിന്ന ഭ്രാന്തനാണോ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന അത്ഭുതം. ഞാൻ വാച്ചിൽ നോക്കി. 5 മണിയാകാറായി. സ്റ്റേഷനിൽ പോയി പ്രൊഫസർ വാൻ ഹെൽസിങ്ങിനെ കൂട്ടിക്കൊണ്ടു വരേണ്ടതാണ്. ഞാൻ മീനയോടൊപ്പം അയാളോട് യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി. മീന വളരെ സന്തോഷത്തോടെയാണ് അയാളോട് യാത്ര പറഞ്ഞത്. ഗുഡ് ബൈ, നമുക്ക് ഇനിയും ഇടയ്ക്കിടെ കണ്ടുമുട്ടാം, മീന റെൻഫീൽഡിനോട് പറഞ്ഞു. എന്നാൽ റെൻഫീൽഡ് കൊടുത്ത മറുപടി അമ്പരിപ്പിക്കുന്നതായിരുന്നു. പ്രിയപ്പെട്ടവളെ, വിട. നിങ്ങളുടെ ഈ സുന്ദരമായ മുഖം ഇനി കാണാൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. മീന അത് ശ്രദ്ധിച്ചോ എന്ന് തന്നെ അറിയില്ല. അവളെയും ആർത്തറിനെയും ക്വിൻസിയെയും വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോയത്. വണ്ടിയിൽ നിന്നിറങ്ങിയ പ്രൊഫസർ വാൻ ഹെൽസിങ് ഒരു കുട്ടിയുടെ ഉത്സാഹത്തിൽ ഓടി വന്നു. എനിക്ക് കുറേയധികം തിരക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാവി പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തേണ്ടിയിരിക്കുന്നു. അതാണ് അല്പം വൈകിയത്. ആട്ടെ, മീനയും ജോനാഥനും ആർത്തറും ക്വിൻസിയും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വെന്ന് ഞാൻ പറഞ്ഞു. ലൂസിയുടെ മരണശേഷം ഇപ്പോഴാണ് ആർത്തറിനെ ഏറെ ഉത്സാഹഭരിതനായി കണ്ടതെന്ന് ഞാൻ ഓർത്തു. ക്വിൻസിയും വളരെ ആഹ്ലാദവാനായിട്ടുണ്ട്. വീട്ടിലേക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ എൻ്റെ ഡയറി കുറിപ്പുകളെല്ലാം മീന പകർത്തിയതും അവ വളരെ പ്രയോജനകരമാണെന്നും അഭിപ്രായപ്പെട്ടതും ഞാൻ പ്രൊഫസറോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മീനയെ പുകഴ്ത്തി സംസാരിച്ചു. വാത്സല്യനിധിയായ ഒരു സ്ത്രീയുടെ ഹൃദയവും ധീരനും ബുദ്ധിമാനുമായ ഒരു പുരുഷൻ്റെ ബുദ്ധിയുമാണ് മീനയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അവൾ നമുക്ക് ചെയ്ത സഹായം വളരെ വിലപ്പെട്ടതാണ്. എങ്കിലും ഇന്ന് രാത്രി വരെ അവൾ നമ്മോടൊപ്പം ഉണ്ടാവൂ. ഇന്ന് രാത്രി നാം നിറവേറ്റാൻ പോകുന്ന ഭയാനകവും ഭീകരവുമായ ജോലികളിൽ നിന്ന് അവളെ ഒഴിച്ചു നിർത്തണം. ഇത്രയേറെ അപകടകരമായ കൃത്യനിർവഹണങ്ങളിൽ അവളെ ഒപ്പം കൂട്ടുന്നത് ശരിയല്ല. ആ ഭീകര സത്വത്തെ എന്നേക്കുമായി നശിപ്പിക്കാൻ നമ്മൾ പുരുഷന്മാർ പ്രതിജ്ഞാബദ്ധരാണ്. നാം നടത്തുന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതുമാത്രമല്ല, അവൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ആ ഭീകര രംഗങ്ങൾക്ക് അവൾ ദൃക്സാക്ഷിയാകുന്നത് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ ആകെ ബാധിച്ചേക്കാം. അവളുടെ ഉറക്കം കെടുത്തുന്ന പേടി സ്വപ്നങ്ങളായി എന്നും അവ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവളാണെങ്കിൽ നന്നേ ചെറുപ്പവും മധുവിധകാലവും. മീനെ ഒഴിവാക്കണമെന്ന പ്രൊഫസറുടെ തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായും യോജിച്ചു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ ഉണ്ടായ ഓരോ സംഭവങ്ങളും ഞാൻ വിശദമായി പറഞ്ഞു. ഏറ്റവും പ്രധാനം, എൻ്റെ വീടിനടുത്തുള്ള വീടാണ് ഡ്രാക്കുള പ്രഭു വാങ്ങി തമ്പടിച്ചിരിക്കുന്നതെന്ന വിവരം ഞാൻ പോലും അറിഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ മാത്രമാണെന്നും ഞാൻ പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം അന്തം വിട്ടുപോയി. പെട്ടെന്ന് ചിന്താകുലനാകുന്നതും കണ്ടു. കഷ്ടം, കുറെ കൂടി നേരത്തെ ഇതറിഞ്ഞിരുന്നെങ്കിൽ വളരെ മുൻപ് തന്നെ അയാളെ വകവരുത്തമായിരുന്നു. പാവം, നമ്മുടെ ലൂസിയെ ബലി കൊടുക്കാതെ കഴിക്കാമായിരുന്നു. നടന്നത് നടന്നു. ഇനി അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്തു ഫലം? ഏതായാലും ഇനിയെങ്കിലും ലക്ഷ്യപ്രാപ്തി വൈകാതിരിക്കാൻ നമുക്ക് ശീഘ്രം ഉറച്ച കാലടികളോടെ മുന്നേറണം. വീട്ടിലെത്തുമ്പോൾ മീന അത്താഴം തയ്യാറാക്കാൻ ഒരുങ്ങുകയായിരുന്നു. പ്രൊഫസർ അവളെ വിളിച്ചു ചോദിച്ചു. മീന, നിങ്ങൾ ഈ നിമിഷം വരെയുള്ള സംഭവങ്ങളെല്ലാം ഡയറിയിൽ കുറിച്ചു വച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഈ നിമിഷം വരെ എന്ന് പറയാനാവില്ല. ഇന്ന് പ്രഭാതം വരെയുള്ളതെന്ന് പറയാം. പിന്നീട് പലതും നടന്നു. അതെല്ലാം പക്ഷേ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ ഡയറിയിൽ ചേർത്തിട്ടില്ല, മീന പറഞ്ഞു. അങ്ങനെ കരുതാനാവില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് വിലപ്പെട്ടതായി തീർന്നേക്കാം. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കേണ്ടതില്ല, പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ മീനയുടെ മുഖം ചുവന്നു. അവൾ ഒരു കടലാസ് ചുരുളെടുത്ത് പ്രൊഫസർക്ക് കൊടുത്തു. ഇത് അങ്ങ് ഒന്ന് വായിച്ചു നോക്കൂ. ഇത് എന്നെ സംബന്ധിക്കുന്ന വ്യക്തിപരമായ കാര്യം മാത്രമാണ്. ഇതും ഞാൻ ഡയറിയിൽ ചേർക്കണമോ? പ്രൊഫസർ അത് വായിച്ചു നോക്കിയിട്ട് ആർദ്രഭാവത്തിൽ മീനയെ നോക്കി പറഞ്ഞു. ഇത് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചേർക്കുക തന്നെ വേണം. ഇത് നിങ്ങളുടെ ഭർത്താവും മറ്റുള്ളവരും വായിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള മതിപ്പും സ്നേഹവും വർദ്ധിക്കും. അത്ര വലിയ കാര്യമാണിന്ന് നിങ്ങൾ ചെയ്തത്. ഞാൻ നിങ്ങളെ നമിക്കുന്നു. ഇപ്പോൾ മീനയുടെ മുഖം അഭിമാനപൂരിതമായി. ആ മുഖത്ത് വിടർന്ന പുഞ്ചിരിയിൽ വലിയൊരു കൃതാർത്ഥത സ്ഫുരിക്കുന്നതായി തോന്നി. രാത്രി അത്താഴത്തിന് ശേഷം എല്ലാവരും ഒത്തുചേർന്ന് വിശദമായ ചർച്ചയും ആസൂത്രണങ്ങളും പ്ലാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിനു മുൻപ് കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് ഡയറികളെല്ലാം എടുത്തുകൊണ്ട് പ്രൊഫസർ മുകളിലേക്ക് പോയി. മീനയുടെ ഡയറി. സെപ്റ്റംബർ 30. രാത്രി അത്താഴം കഴിച്ച ശേഷം ഞങ്ങളെല്ലാവരും പ്രൊഫസറുടെ മുറിയിൽ ഒത്തുകൂടി.
ഒരു ചർച്ചായോഗം തന്നെയായിരുന്നു അത്. പ്രൊഫസറാണ് അധ്യക്ഷൻ. എന്നോട് അദ്ദേഹം ഒരു സെക്രട്ടറിയായി പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് തൻ്റെ വലതുഭാഗത്ത് ഇരുത്തി. ജോനാഥനും എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ആർത്തറും ക്വിൻസിയും ഡോക്ടറും അദ്ദേഹത്തിന് അഭിമുഖമായും ഇരുന്നു. നാം എല്ലാവരും എല്ലാ കുറിപ്പുകളും വായിച്ചിട്ടുള്ളതുകൊണ്ട് ഏകദേശ വിവരം എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രൊഫസർ സംസാരം തുടങ്ങി. നാം ഏറ്റുമുട്ടാനൊരുങ്ങുന്നത് ഒരു പ്രത്യേകതരം പ്രേതാത്മാവിനോടാണ്. രക്തരക്ഷസുകൾ എന്നറിയപ്പെടുന്ന ഇവറ്റ മനുഷ്യരക്തം ഊറ്റിക്കുടിച്ചാണ് പുലരുന്നത്. ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്തതും ശാസ്ത്രസമ്മതമില്ലാത്തതുമായ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാം. ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ നമുക്കറിയാത്ത കാര്യങ്ങളെ അവഗണിക്കുകയല്ല, അറിയാനും പഠിക്കാനും ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. നമുക്ക് മുൻപുണ്ടായിരുന്ന വിജിഗീഷുക്കളായ വിദഗ്ധന്മാർ എഴുതി വെച്ച പഠനങ്ങളും മറ്റും വായിച്ചപ്പോഴാണ് അതീന്ദ്രിയ ശക്തിയാർജിച്ച രക്തരക്ഷസുകളുടെ ലീലാവിലാസങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചത്. ഓരോ മനുഷ്യൻ്റെ ചോരയും കുടിക്കുന്നതിനനുസരിച്ച് ഈ ദുർമന്ത്രഭൂതങ്ങളുടെ ശക്തി അപാരമായി വർദ്ധിക്കുന്നു. ഇവറ്റയുടെ ആക്രമണ ഫലമായി മരിക്കുന്നവരും ഇതേ മട്ടിൽ രക്തദാഹികളായ പ്രേതങ്ങളായി മാറുകയും ഇവറ്റയുടെ അനുചരന്മാരും ആജ്ഞാനുവർത്തികളുമായി മാറുകയും ചെയ്യുന്നു. ലൂസിയുടെ മരണശേഷം ഏതാനും ദിവസങ്ങളെങ്കിലും അവൾ അത്തരത്തിൽ ഒരു ദുരാത്മാവായി പരിണമിച്ചതും കുട്ടികളുടെ ചോര കുടിച്ചതുമൊക്കെ നമുക്ക് മുന്നിലുള്ള സ്പഷ്ടമായ തെളിവുകളാണല്ലോ. അതുകൊണ്ട് ഈ രക്തദാഹിയായ ഡ്രാക്കുളയെ നാം വ്യക്തമായി മനസ്സിലാക്കുക തന്നെ വേണം. ഇവന് നല്ല ആരോഗ്യമുണ്ട്. ഏതാണ്ട് 20 പുരുഷന്മാരുടെ അത്ര ശാരീരിക ശേഷി അവനുണ്ട്. അപാരമായ ബുദ്ധികൗശലവും കുത്സിത ബുദ്ധിയും ഉള്ള അവന് അതീന്ദ്രിയ ശക്തികളുമുണ്ട്. പ്രകൃതി ശക്തികളെപ്പോലും വരുതിയിലാക്കാൻ അവന് കഴിയും. കാറ്റ്, മഴ, മഞ്ഞ് തുടങ്ങിയവയൊക്കെ അവൻ സൃഷ്ടിക്കും. ഏത് രൂപവും സ്വീകരിക്കാനും കഴിയും. ചെന്നായ്ക്കൾ, കടവാവലുകൾ, പെരിച്ചാഴി, മൂങ്ങ, തുമ്പി തുടങ്ങിയ ജീവികളെ ഇഷ്ടാനുസരണം വരുതിയിലാക്കാനും സ്വാർത്ഥലാഭത്തിനായി ഉപയോഗിക്കാനും അവന് കഴിയും. അതിനും പുറമെ വരാനിരിക്കുന്ന കാര്യങ്ങളെ മണത്തറിയാനും മുൻകൂട്ടി തടുക്കാനും ഈ ഭീകരന് കഴിയും. മാനം മുട്ടി വളരാനും അണുമാത്ര രൂപിയാകാനും അദൃശ്യനാകാനും ഇവന് കഴിയും. എവിടെയും ഏത് അടച്ചു പൂട്ടിയ മുറിയിലും പ്രത്യക്ഷപ്പെടാനും കഴിയും. ഇത്തരം ഒരു മഹാശക്തിയോടാണ് നാം ഏറ്റുമുട്ടാൻ പോകുന്നത്. നമ്മളാണെങ്കിലോ ഒരു പ്രത്യേക കഴിവുമില്ലാത്ത സാധാരണ മനുഷ്യർ. ദൈവത്തിലുള്ള വിശ്വാസവും അവനവനിലുള്ള ആത്മവിശ്വാസവും മാത്രമാണ് നമ്മുടെ ശക്തി. പക്ഷേ നാം അവന് മുന്നിൽ തോൽവി സമ്മതിച്ചുകൂടാ. നാം തോറ്റാൽ തോൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളല്ല, ലോക ജനത തന്നെയാവും. നാം അവൻ്റെ ഇരകളായാലോ അത് അതിലും കഷ്ടമാകും. കാരണം നമ്മളും അവൻ്റെ ആജ്ഞാനുവർത്തികളായ രക്തരക്ഷസുകളായി മാറും. വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞതുപോലെയാകും. സ്വർഗവാതിൽ എന്നേക്കുമായി നമ്മുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടും. നരകപിശാചുക്കളായി അലയാനാവും നമ്മുടെ വിധി. അത് അനുവദിച്ചുകൂടാ. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ തീരൂ. അവൻ്റെ പരാജയവും ഉന്മൂലനാശവും മാത്രമാണ് ഈ നിമിഷം മുതൽ നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലുറപ്പിക്കുക. ധീരരാകുക, കർമ്മോത്സുകരാകുക, പരസ്പര സ്നേഹത്തിലും സഹായത്തിലും അടിയുറച്ച് ഒറ്റക്കെട്ടായി മുന്നേറുക. വിജയമോ പരാജയമോ എന്ന ചോദ്യമില്ല, വിജയം മാത്രം. എനിക്ക് പ്രായമായി, ഇനി അധികം ജീവിതമില്ല, മരിക്കാൻ പേടിയുമില്ല. പക്ഷേ നിങ്ങൾ വളരെ ചെറുപ്പമാണ്. ഈ പൈശാചിക യുദ്ധത്തിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് സ്വസ്ഥവും സന്തോഷപ്രദവുമായ ദീർഘകാല ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായ ഒരു തീരുമാനത്തിലെത്തണം. എന്തു പറയുന്നു? പ്രൊഫസർ സംസാരിച്ചു കൊണ്ടിരിക്കെ ജോനാഥൻ എൻ്റെ കൈപ്പത്തിയിൽ ബലമായി അമർത്തി. ഡ്രാക്കുളയെ നേരിൽ കണ്ടിട്ടുള്ള ജോനാഥന് മറ്റാരെക്കാളും കൂടുതൽ വരാനിരിക്കുന്ന അപകടക്കെണികളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. അതെല്ലാം ഓർത്ത് അദ്ദേഹത്തിൻ്റെ ധൈര്യം ചോർന്നു പോവുകയാണോ എന്ന് ഞാൻ ശങ്കിച്ചു. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഏറ്റുമുട്ടാൻ, എന്തിനോടും ഏറ്റുമുട്ടാൻ മനസ്സിനെ ഒരുക്കുന്ന ഒരു ദൃഢചിത്തൻ്റെ ധീരതയാണ് ആ സ്പർശനത്തിലുണ്ടായിരുന്നത്. ആ വികാരം എന്നിലേക്കും പകർന്നു. എൻ്റെ ഹൃദയത്തിലും എന്തെന്നില്ലാത്ത ഉണർവും ഉന്മേഷവും സാഹസബുദ്ധിയും ഒക്കെ നിറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കൈകോർക്കുന്നത് ലോക ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുവാനാണ്. അതൊരു മഹാദൗത്യമാണ്. ആത്മനിർവൃതി തോന്നിയ നിമിഷങ്ങൾ. ഞാനും ജോനാഥനും അന്യോന്യം കണ്ണുകളിൽ നോക്കി. വാക്കുകളില്ലാതെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. മീനയും ഞാനും ഈ സംരംഭത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കുകൊള്ളും. ജോനാഥൻ പ്രൊഫസറുടെ കൈ പിടിച്ചുകൊണ്ട് തൻ്റെ ധീരമായ പിന്തുണ അറിയിച്ചു. ഞാനുമുണ്ട്, ക്വിൻസി പറഞ്ഞു. ലൂസിക്ക് വേണ്ടി ഞാനുമുണ്ട് പ്രൊഫസർ, ആർത്തറും പറഞ്ഞു. സെവാർഡ് തല കുലുക്കിയതേയുള്ളൂ, ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും അദ്ദേഹം ആസൂത്രകൻ്റെ റോളിലാണല്ലോ. പ്രൊഫസർ എഴുന്നേറ്റ് ഒരു സ്വർണ്ണക്കുരിശെടുത്ത് മേശപ്പുറത്ത് വച്ചു. തുടർന്ന് ഇരുവശത്തേക്കും കൈകൾ നീട്ടി. വലതുകരം ഞാൻ പിടിച്ചു, ഇടതുകരം ആർത്തറും. എൻ്റെ നീട്ടിയ മറ്റേ കൈയിൽ ജോനാഥൻ പിടിച്ചു. ആർത്തറിൻ്റെ കൈയിൽ ക്വിൻസിയും ക്വിൻസിയുടെ കൈയിൽ ഡോക്ടറും. അങ്ങനെ ഞങ്ങൾ ഒരു വൃത്തമായി ഒറ്റക്കെട്ടായി ഡ്രാക്കുളയെ നേരിടാനുള്ള ദൃഢപ്രതിജ്ഞയെടുത്തു. വാൻ ഹെൽസിങ്ങിൻ്റെ മുഖത്ത് വലിയൊരു ദൗത്യത്തിൻ്റെ നേതൃത്വം സ്വയം സ്വീകരിച്ചതിൻ്റെ
ചാരിതാർത്ഥ്യം പ്രകാശിച്ചു. ഇതൊരു അസാധാരണ ദൗത്യമാണെന്നും ജീവൻ മരണ പോരാട്ടമാണെന്നും ഞങ്ങൾ ഓരോരുത്തരും ഉറപ്പിച്ചു. നേരിടേണ്ടത് ആരെയാണെന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ഒന്നോർക്കണം, നമ്മളും അത്ര ദുർബലന്മാരൊന്നുമല്ല. ഡ്രാക്കുളയ്ക്ക് ഇല്ലാത്ത പല സിദ്ധിവിശേഷങ്ങളും നമുക്കുണ്ട്. നമുക്ക് ശാസ്ത്രത്തിൻ്റെ പിന്തുണയുണ്ട്. ആ വഴിക്ക് പലതിനെയും കൂട്ടിയോജിപ്പിച്ച് ശക്തിയാർജിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് രാവും പകലും ഒരുപോലെയാണ്. എന്നാൽ ഡ്രാക്കുള പകൽ സമയം നിസ്തേജനായി പോകും. രാത്രികാലങ്ങളിലാണ് അവൻ്റെ വിഹാരം. ഏറ്റവും പ്രധാനം, ദൈവത്തെ മുൻനിർത്തി നന്മയെ മാത്രം ലാക്കാക്കിയാണ് നാം പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. അത് കണ്ട് തന്നെ നമ്മുടെ പ്രധാന ആയുധവും കുരിശാകുന്നു. ചുരുക്കത്തിൽ, അപരിമേയമായ ശക്തിവിശേഷങ്ങളെല്ലാം ദുഷ്ടപ്രവൃത്തികൾക്ക് മാത്രം ഉപയോഗിക്കുന്നവന് ക്രമേണ ശക്തിക്ഷയവും ഉണ്ടാകും. അത് മനസ്സിലാക്കിയാണവൻ പുതിയ പുതിയ ഇരകളെ കണ്ടെത്തി രക്തം കുടിക്കുന്നത്. രക്തരക്ഷസുകൾക്കുള്ള പരിമിതികളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. ഈ ദൗത്യം വിജയിക്കണമെങ്കിൽ നമുക്ക് ഒരളവ് വരെ അന്ധവിശ്വാസങ്ങളെയും പാരമ്പര്യാചാരങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അതിൽ പോരായ്മയൊന്നും കരുതേണ്ട. ഈ വലിയ ലക്ഷ്യം നേടാൻ നമുക്ക് എന്തും ചെയ്യാം, എന്തിനേയും പിൻപറ്റാം. ആത്യന്തിക ലക്ഷ്യമാണ് പ്രധാനം. പിന്നെ എത്ര പുരോഗമനം പറഞ്ഞാലും പാരമ്പര്യസിദ്ധമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമൊന്നും ആരും പൂർണ്ണമായും കഴിഞ്ഞിട്ടുമില്ലല്ലോ. നമ്മുടെ കാര്യം തന്നെ എടുക്കാം. രക്തരക്ഷസുകൾ വെറും അന്ധവിശ്വാസമാണെന്ന് നമ്മളിൽ ആരെങ്കിലും പറയുമോ? മറിച്ച് 1 കൊല്ലം മുൻപായിരുന്നെങ്കിൽ ഇതേ നമ്മൾ അത് പറയുന്നവരെ പുച്ഛിച്ചു തള്ളുമായിരുന്നു, ഇല്ലേ? ഈ 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രവും യുക്തിചിന്തയും ഇത്രയും വളർന്ന സാഹചര്യത്തിൽ രക്തരക്ഷസുകളെ നേരിൽ കണ്ട നാം അവയെ നശിപ്പിക്കാമെന്ന് കരുതുന്നതും ചിലപ്പോൾ അന്ധവിശ്വാസമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ നൂറ്റാണ്ടുകളായി മനുഷ്യർ ഇതിലൊക്കെ വിശ്വസിക്കുകയും ഇത്തരം ഇരുട്ടിൻ്റെ സന്തതികൾക്കെതിരെ പൊരുതുകയും ചെയ്തു പോരുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും ഈ തമോ ശക്തികളെക്കുറിച്ചുള്ള കഥകൾ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഗ്രീസ്, റോം, ജർമ്മനി, ഫ്രാൻസ്, ഇന്ത്യ, എന്തിന് ചൈനയിൽ പോലും ഈ നിഗൂഢ ശക്തികളുടെ ലീലാവിലാസങ്ങൾ കഥകളായി പ്രചരിക്കുന്നുണ്ട്. ഒന്നുമില്ലാതെ എങ്ങനെ അത്തരം കഥകളുണ്ടാകും? എങ്ങനെ അവയ്ക്ക് ഇത്ര പ്രചാരം ലഭിക്കുന്നു? ആലോചിക്കേണ്ട വിഷയമാണ്. യക്ഷിക്കഥകളും പ്രേതകഥകളും അടിസ്ഥാന ശൂന്യങ്ങളാണെന്ന് ഇന്നത്തെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? ലൂസിയുടെ മരണവും അനന്തരാനുഭവങ്ങളും കെട്ടുകഥകളല്ലല്ലോ. അപ്പോൾ ഒന്ന് സമ്മതിക്കേണ്ടി വരുന്നു, ശാസ്ത്രം എത്ര വളർന്നാലും യുക്തിചിന്ത വളർന്നാലും അവയെ മറികടന്ന് രക്തരക്ഷസുകൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. കാലം എത്ര കഴിഞ്ഞാലും അവയ്ക്ക് മരണമില്ല. രക്തം കുടിക്കുന്തോറും അവറ്റയുടെ ശക്തിയും വളർന്നുകൊണ്ടിരിക്കും. അവ ചെറുപ്പമായിക്കൊണ്ടിരിക്കും. നമുക്ക് മുന്നിലുള്ളവൻ്റെ സ്ഥിതി തന്നെ നോക്കുക. അവൻ ചെറുപ്പമായില്ലേ? ലൂസിയുടെ ചെറുപ്പം അവൻ അപഹരിച്ചില്ലേ? പക്ഷെ ഒന്നറിയണം, തുടർച്ചയായി ഇങ്ങനെ രക്തം ലഭിച്ചില്ലെങ്കിൽ അവന് നിലനിൽക്കാനാവില്ല. കാരണം നമ്മളെപ്പോലെ അവന് ഭക്ഷണം കഴിക്കാനാവില്ല. ജോനാഥൻ ആഴ്ചകളോളം ഡ്രാക്കുളയ്ക്കൊപ്പം കഴിഞ്ഞെങ്കിലും ഒരിക്കൽ പോലും അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അവന് നിഴലില്ല, പ്രതിച്ഛായയുമില്ല, കണ്ണാടിയിൽ പ്രതിബിംബിക്കുകയില്ല. ഇതും ജോനാഥൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അവൻ്റെ കൈകൾക്ക് ഉരുക്കിൻ്റെ ബലമാണെന്നതും ചെന്നായ്ക്കൾ അവൻ കരം ഉയർത്തിയാലുടൻ പ്രത്യക്ഷപ്പെടുമെന്നും മറയുമെന്നൊക്കെ ജോനാഥൻ നേരിട്ട് കണ്ടറിഞ്ഞതാണല്ലോ. അവന് സ്വയം ചെന്നായായി മാറാനും കഴിയും. അവന് കടവാവലാകാനും കഴിയും. ലൂസിയുടെ ജനാലയ്ക്കിൽ അവൻ ചിറകടിച്ച് പറന്നുയരുന്നത് ഡോക്ടർ സെവാർഡ് കണ്ടതല്ലേ? ക്വിൻസിയും ആ കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ. മൂടൽമഞ്ഞ് സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ അവന് വരാൻ കഴിയും. അവൻ വന്ന കപ്പലിൻ്റെ ക്യാപ്റ്റന് അത് അനുഭവമുണ്ട്. പക്ഷേ ഒന്നും നാം അറിഞ്ഞിരിക്കണം, അവനെ ചുറ്റിപ്പറ്റി വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ മൂടൽമഞ്ഞ് സൃഷ്ടിക്കാൻ അവന് കഴിയൂ. അതുപോലെ നിലാവട്ടത്തിൽ ധൂളികയായി പറന്നു വരാനും അവന് കഴിയും. ഡ്രാക്കുള കോട്ടയിലെ സ്ത്രീ രക്ഷസുകളെ ജോനാഥൻ കണ്ടത് ഓർക്കുക. അതുമാത്രമല്ല, തീരെ അണുമാത്ര രൂപയാകാനും ഇവറ്റയ്ക്ക് കഴിയും. ലൂസി ഒരു കത്തി കിടക്കാനുള്ള വിടവ് പോലുമില്ലാത്ത പെട്ടിയിലേക്ക് നൂണ്ട് കയറിയത് അങ്ങനെയായിരുന്നു. അത് നാം കണ്ടതാണല്ലോ. ആ ശക്തി ഉപയോഗിച്ച് എത്ര ഭദ്രമായി അടച്ചിട്ട മുറിയിൽ കയറിപ്പറ്റാനും ഇറങ്ങിപ്പോകാനും അവന് കഴിയും. ഇരുട്ടിൽ കണ്ണു കാണാൻ കഴിയുന്നതും ചെറിയ കാര്യമല്ല. മനുഷ്യർക്ക് ഇരുട്ടിൽ അശേഷം കാഴ്ചശക്തിയില്ലെന്നതും ഓർക്കുക. ഇത്രയൊക്കെ കഴിവുകളുണ്ടെങ്കിലും അവനും ഒരുപാട് പരിമിതികളുണ്ട്. പ്രകൃതിയെ വെല്ലുവിളിക്കാനോ പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാതിരിക്കാനോ അവന് കഴിയില്ല. അതാണ് പകൽ സമയത്ത് അവൻ ഒരിടത്തും പ്രത്യക്ഷപ്പെടാൻ കഴിയാത്തത്. അതുപോലെ വീട്ടുടമയുടെ അനുവാദം കൂടാതെ ഒരു വീടിനുള്ളിലും അവന് പ്രവേശിക്കാനാവില്ല. എന്നാൽ ഒരിക്കൽ അനുവാദം കിട്ടിയാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും അവൻ അവിടെ കയറി ചെല്ലാം. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ അവന് രൂപം മാറാനും ആക്രമിക്കാനും കഴിയൂ. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിൽ ഓരോരുത്തരുടെയും ഡയറി കുറിപ്പുകളിൽ നിന്നും നേർക്കാഴ്ചകളിൽ നിന്നും സ്വരൂപിച്ച വസ്തുതകളാണ്. അതുകൊണ്ട് ഈ നിരീക്ഷണം 100% സുതാര്യവുമാണ്. അവനെ നേരിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവണം. അവന് ഭയമുള്ള വസ്തുവാണ് കുരിശ്. നമ്മുടെ രക്ഷാകവചമായി കുരിശ് ഉപയോഗിക്കാം. അത് കണ്ടാൽ അവൻ ഭയന്നു മാറും. വെളുത്തുള്ളിപ്പൂക്കളോടും അവന് എന്തുകൊണ്ടോ പേടിയുണ്ട്.
അതുകൊണ്ട് ഇവയൊക്കെ ഉപയോഗിച്ചായിരിക്കും നാം അവനെ നേരിടുന്നതും സ്വയം രക്ഷാകവചം തീർക്കുന്നതും. വിശുദ്ധ അപ്പവും നമ്മുടെ രക്ഷാകവചം തന്നെ. ഇനി അവനെ എങ്ങനെയാണ് ശരിക്കും കൊല്ലേണ്ടതെന്ന് നോക്കാം. കാട്ടുറോസയുടെ പൂത്ത കൊമ്പുകൾ അവൻ്റെ ശവപ്പെട്ടിയുടെ മുകളിലിട്ടാൽ അവന് പുറത്തു വരാനാകില്ല. എന്നിട്ട് ശവപ്പെട്ടിയിലേക്ക് വെടിയുണ്ട പായിച്ച് അവനെ കൊല്ലാം. അല്ലെങ്കിൽ കുന്തം കുത്തിയിറക്കി കൊല്ലാം. ശിരസ് മുറിച്ച് മാറ്റിയും കൊല്ലാം. ലൂസിയുടെ കാര്യത്തിൽ നാം ചെയ്തതും അതാണല്ലോ. അവൻ്റെ വാസസ്ഥലവും നമുക്കിപ്പോൾ അറിയാം. അവിടെ എത്തി പെട്ടിക്കുള്ളിൽ വെച്ച് അവനെ നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതത്ര വേഗം നടന്നെന്ന് വരില്ല. കാരണം അവൻ അതിശക്തനും സൂത്രശാലിയുമാണെന്നത് തന്നെ. ബുഡാപെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ സുഹൃത്ത് ആർമീനിയസിനോട് ഡ്രാക്കുളയുടെ ചരിത്രം പരിശോധിച്ച് എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് അദ്ദേഹം അറിയിച്ച വിവരങ്ങൾ ഇതൊക്കെയാണ്. തുർക്കിയുടെ അതിർത്തിയിൽ വച്ച് തുർക്കികളെ പരാജയപ്പെടുത്തിയ വോയിവോഡ് ഡ്രാക്കുളയാണവൻ. അപ്പോൾ അവൻ നിസ്സാരക്കാരനല്ല. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അവൻ്റെ ബുദ്ധിക്കോ കുടില ചിന്തകൾക്കോ ഒരു കോട്ടവും വന്നിട്ടില്ല. ആ നാട്ടിലെല്ലാവരും അവനെ വലിയ ധീര കഥാപാത്രമായിട്ടാണ് കണ്ടിരുന്നത്. ഡ്രാക്കുള കുടുംബം വളരെ കുലീനതയുള്ളവരായിരുന്നു. പക്ഷേ അവരുടെ ഇളം തലമുറക്കാർ ചെകുത്താൻ സേവയിലും ദുർമന്ത്രവാദത്തിലുമൊക്കെ അഭിരമിച്ച് നൂറ്റാണ്ടുകളിലൂടെ നേടിയ ദുഷ്ടശക്തിയാണ് ഇന്നത്തെ ഡ്രാക്കുളയുടെ കരുത്തിന് ആധാരം. രേഖകൾ ഡ്രാക്കുളയെ രക്തരക്ഷസായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവൻ പരിപാവനമായി കരുതുന്ന വസ്തു ശവമാണ്. കാരണം ശവത്തിലേ അവന് അസ്തിത്വമുള്ളൂ. പ്രൊഫസർ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ക്വിൻസി ജനാലയ്ക്കിലേക്ക് തുറച്ചു നോക്കുന്നത് കണ്ടു. പിന്നീട് അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അത് ശ്രദ്ധിക്കാതെ പ്രൊഫസർ സംസാരം തുടർന്നു. നമുക്കിനി യജ്ഞം ആരംഭിക്കാം. ജോനാഥൻ അറിയുന്നത് പോലെ 50 പെട്ടികൾ ഡ്രാക്കുള അയച്ചത് കാർഫാക്സിൽ എത്തിച്ചിട്ടുണ്ട്. അതിനിടെ ഏതാനും പെട്ടികൾ മാറ്റിയതായും വിവരമുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ രാത്രിയിൽ തന്നെ അടുത്ത വീട്ടിൽ ചെന്ന് അവിടെ എത്ര പെട്ടികളുണ്ടെന്ന് അറിയുകയാണ്. പെട്ടെന്ന് വീടിന് പുറത്ത് ഒരു പിസ്റ്റളിൻ്റെ വെടിവെച്ച കേട്ടു. ജനൽ തുളച്ചുകൊണ്ട് ഒരു വെടിയുണ്ട മുറിയുടെ ചുവരിൽ തറച്ചു. പേടിച്ചരണ്ടു പോയ ഞാൻ നിലവിളിച്ചു. ആർത്തർ ചാടി എഴുന്നേറ്റ് ജനാലയ്ക്കിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ പുറത്തുനിന്ന് ക്വിൻസി പറഞ്ഞു, ക്ഷമിക്കണം നിങ്ങളെ പേടിപ്പിച്ചതിന്. ഞാൻ അകത്തേക്ക് വരാം. തുടർന്ന് അയാൾ അകത്തേക്ക് വന്നു. ഞാൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്. മിസ്സിസ് ഹാക്കർ, നിങ്ങൾ വല്ലാതെ പേടിച്ചു കാണും. സോറി. പ്രൊഫസർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു വലിയ വവ്വാൽ ജനാലയിൽ വന്നിരുന്നു. ഞാൻ അതിനെ കണ്ടു. വവ്വാലുകളെക്കുറിച്ചുള്ള കഥകളൊക്കെ കേട്ട ശേഷം അവയെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. ഞാൻ അതിനെയാണ് വെടിവെച്ചത്. എന്നിട്ടത് ചത്തോ? അതിന് വെടിയേറ്റോ? പ്രൊഫസർ ചോദിച്ചു. അറിയില്ല, അത് പറന്ന് കാട്ടിലേക്ക് പോയി. വെടി കൊണ്ടിട്ടുണ്ടാവില്ല. പ്രൊഫസർ വീണ്ടും വിശദീകരണം തുടർന്നു. ഓരോ പെട്ടിയും നാം പരിശോധിക്കും. അവനെ കണ്ടുകിട്ടിയാൽ അവൻ്റെ മടയിൽ വെച്ച് തന്നെ നശിപ്പിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ പെട്ടികളിലെ മണ്ണിലൊന്നും ഇനി അവന് അഭയം ലഭിക്കാത്ത വിധം മണ്ണിനെ മാറ്റണം. തുടർന്ന് അവൻ ഏറെ ദുർബലനാകുന്നതും മധ്യാഹ്നത്തിനും സന്ധ്യയ്ക്കുമുള്ളിൽ നമുക്കവനെ വകവരുത്താം. മാഡം മീന, നിങ്ങൾ ഇനിയുള്ള ദൗത്യങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇനി അങ്ങോട്ടുള്ള ജീവൻ മരണ കളിയിൽ ഞങ്ങൾ പുരുഷന്മാർ മാത്രം മതി. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വന്നാൽ ഞങ്ങളുടെ ശ്രദ്ധ തന്നെ തെറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം ഞങ്ങളെ ദുർബലരാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളിവിടെ സ്വസ്ഥമായി ഇരിക്കുക. ഞങ്ങളുടെ ഓപ്പറേഷൻ വിവരങ്ങളൊക്കെ കൃത്യമായി മീനയെ അറിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം. ആ തീരുമാനം ജോനാഥനിൽ വലിയ ആശ്വാസം പകർന്നതുപോലെ തോന്നി. പക്ഷേ എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പോലും കഴിഞ്ഞില്ല. എനിക്കും അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ പല സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. പക്ഷേ സ്ത്രീയാണെന്ന കാരണത്താൽ എന്നെ ഒഴിവാക്കുന്നത് അനീതിയല്ലേ? എങ്കിലും ഞാൻ എതിർത്തൊന്നും സംസാരിച്ചില്ല. പുരുഷന്മാരുടെ കൂട്ടായ തീരുമാനം അതുതന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ക്വിൻസി മോറിസ് ചടുലതയോട് പറഞ്ഞു, നമുക്കിനി ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അവൻ്റെ സങ്കേതങ്ങൾ പരിശോധിക്കാം. എത്രയും വേഗം അവനെ അവസാനിപ്പിക്കുന്നുവോ അത്രയും നിരപരാധികൾ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ അവരെല്ലാവരും പോയി. ആദ്യം കാർഫാക്സിലേക്ക് പോകും. പിന്നീട് അടുത്ത വീട്ടിലെത്തി പരിശോധന ആരംഭിക്കും. അതൊക്കെ ഓർത്ത് ഞാനാകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. വലിയ ധൈര്യശാലിയാണെന്നൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഞാനൊരു ഭീരുവാണ്. ആ ദുഷ്ടപിശാചുമായുള്ള ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നവരെല്ലാം എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. അവരെക്കുറിച്ച് ഓർത്താണ് ഞാൻ ഏറെ പേടിക്കുന്നത്. സമാധാനമായി പോയി കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് ജോനാഥനും പ്രൊഫസറും ഡോക്ടറും പോയത്. പക്ഷേ അപകടക്കടലിലേക്ക് എടുത്തു ചാടിയ അവരെ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയും? എങ്ങനെ ഉറങ്ങാൻ കഴിയും? എങ്കിലും പോയി കിടന്നു. ഉറങ്ങിയില്ലെങ്കിലും കണ്ണടച്ച് കിടന്നു. മടങ്ങി വരുമ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്ന് ജോനാഥൻ കരുതട്ടെ. അധ്യായം 13. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 1. വെളുപ്പാൻകാലം 4 മണി. ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അതാ ഒരു സഹായി ഓടി വരുന്നു. റെൻഫീൽഡിന് ഇപ്പോൾ തന്നെ എന്നെ കാണണമത്രേ. വളരെ അത്യാവശ്യമുള്ള എന്തോ കാര്യം അയാൾക്ക് എന്നോട് പറയണം. ഇപ്പോൾ എനിക്ക് മറ്റു ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നും നേരം പുലർന്നിട്ട് ഞാൻ അയാളെ കണ്ടുകൊള്ളാമെന്നും അയാളോട് പറയാൻ സഹായിയോട് പറഞ്ഞു.
ഡോക്ടർ, അയാൾക്ക് താങ്കളെ ഉടനെ കണ്ടേ മതിയാവൂ എന്ന വാശിയിലാണ്. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ നിർബന്ധം പിടിച്ച് കണ്ടിട്ടില്ല. ഡോക്ടർ, അയാളെ ഉടനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അക്രമാസക്തനായേക്കുമെന്നും ഭയമുണ്ട്. തക്കതായ എന്തെങ്കിലും കാരണമില്ലാതെ അയാൾ ഇങ്ങനെ വാശി പിടിക്കുകയില്ലെന്ന് എനിക്ക് തോന്നി. സഹായി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ 5 മിനിറ്റിനുള്ളിൽ വരാം. ഡോക്ടർ, താങ്കളുടെ ആ രോഗിയെ കാണാൻ ഞാനും വരാം. താങ്കളുടെ ഡയറിയിലെ കുറിപ്പുകൾ വായിച്ചപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ്. നമ്മുടെ ദൗത്യത്തിന് സഹായകരമായ എന്തെങ്കിലും വിവരം അയാളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും അയാളുടെ മനസ്സ് കോളുകൊണ്ടിരിക്കുകയാണെങ്കിൽ. പ്രൊഫസർ എന്നോട് പറഞ്ഞു. ശരിയെന്ന് ഞാൻ സമ്മതിച്ചപ്പോൾ ആർത്തർ ചോദിച്ചു, ഞാനും വന്നോട്ടെ? ക്വിൻസിയും ചോദിച്ചു. ഞാൻ സമ്മതിച്ച് തലകുലുക്കി. ഞങ്ങൾ എല്ലാവരും കൂടി റെൻഫീൽഡിൻ്റെ മുറിയിലേക്ക് നേർക്ക് നടന്നു. റെൻഫീൽഡ് അത്യന്തം ആവേശഭരിതനായി കാണപ്പെട്ടു. പതിവിന് വിപരീതമായ പെരുമാറ്റം വളരെ യുക്തിഭദ്രമാണെന്ന് തോന്നി. സ്വയം ഒരു ആത്മവിശ്വാസം ലഭിച്ചതുപോലെയായിരുന്നു പെരുമാറ്റം. ഒരു ഭ്രാന്തനിലും ഇത്തരമൊരു പക്വഭാവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ 5 പേരും മുറിയിലേക്ക് കയറി. ആരും ഒന്നും സംസാരിച്ചില്ല. റെൻഫീൽഡിൻ്റെ ആവശ്യം അയാളെ ഉടനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിക്കണമെന്നാണ്. തനിക്കിപ്പോൾ ഒരു രോഗവുമില്ലെന്നാണ് അയാളുടെ വാദം. ഡോക്ടർ, താങ്കൾ എന്താ മറ്റുള്ളവരെ എനിക്ക് പരിചയപ്പെടുത്താത്തത്? റെൻഫീൽഡ് ചോദിച്ചു. ഞാൻ കൂടുതൽ അമ്പരന്നു പോയി. ഒരു ഭ്രാന്താലയത്തിലെ അന്തേവാസി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവശ്യപ്പെടാറില്ല. റെൻഫീൽഡിൻ്റെ പെരുമാറ്റത്തിൽ സമചിത്തതയും ആഭിജാത്യവും ഒക്കെ കാണപ്പെട്ടു. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി. ഇത് ഗോൾഡാമിൻ പ്രഭു ആർത്തർ, ഇത് പ്രൊഫസർ വാൻ ഹെൽസിംഗ്, ഇത് മിസ്റ്റർ ക്വിൻസി മോറിസ് ടെക്സാസ്, ഇത് മിസ്റ്റർ ജോനാഥൻ ഹാക്കർ. അയാൾ ഓരോരുത്തരുടെയും കൈ സൗഹാർദ്ദഭാവത്തിൽ പിടിച്ചു കുലുക്കി. എന്നിട്ട് പറയാൻ തുടങ്ങി. ഗോൾഡാമിൻ പ്രഭു, എനിക്ക് താങ്കളുടെ അച്ഛനെ അറിയാം. അദ്ദേഹത്തിന് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിര്യാതനായ വിവരവും വേദനയോട് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തെ പരിചയമുള്ളവരെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം സുഗന്ധദ്രവ്യങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകതരം മദ്യം നിർമ്മിച്ചതായും കുതിരപ്പന്തയത്തിൽ ഹരം കൊണ്ടിരിക്കുന്നതുമൊക്കെ എനിക്കറിയാം. മിസ്റ്റർ ക്വിൻസി മോറിസ്, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനിക്കണം. വാൻ ഹെൽസിങ്ങിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ പേരിന് മുൻപിലുള്ള വിശേഷണങ്ങൾ ഒഴിവാക്കിയതിൽ ക്ഷമിക്കണം. മസ്തിഷ്ക സംബന്ധമായ രോഗചികിത്സയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണ് താങ്കൾ എന്നെനിക്കറിയാം. നിങ്ങളെ ലോകം അതിൻ്റെ പേരിൽ ആദരിക്കുന്നുമുണ്ട്. ഞാൻ ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ സ്ഥിരബുദ്ധിയാണെന്ന് താങ്കളെപ്പോലുള്ള ഒരു വിദഗ്ധന് ബോധ്യമായിരിക്കുമല്ലോ. ഡോക്ടർ സെവാർഡ് മനുഷ്യസ്നേഹിയായ വൈദ്യശാസ്ത്ര വിദഗ്ധനാണ്. എൻ്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കാനുള്ള ധാർമ്മികത കാട്ടണം. റെൻഫീൽഡിൻ്റെ വാക്കുകൾ ഞങ്ങൾ എല്ലാവരും അത്ഭുതത്തോടെ കേട്ടു. അയാൾ അവകാശപ്പെടും പോലെ സ്ഥിരബുദ്ധിയാണിപ്പോൾ. സ്വതന്ത്രനാക്കാവുന്നതാണെന്നും എനിക്ക് തോന്നി. പക്ഷേ മുൻ അനുഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ അത് അപകടകരമാവുമോ എന്നും സംശയം തോന്നുന്നു. ഞാൻ തന്ത്രത്തിൽ പറഞ്ഞു, അങ്ങനെയാവാം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാവിലെ തന്നെ നിങ്ങളെ സ്വതന്ത്രനാക്കാം. പോരെ? നേരം പുലരും വരെ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ രാവിലെ അല്പം ദീർഘമായി സംസാരിച്ച് ഒന്നുകൂടി ഉറപ്പുവരുത്താമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ റെൻഫീൽഡ് ഒട്ടും തൃപ്തനായില്ല. ഡോക്ടർ, അങ്ങ് എൻ്റെ മനസ്സ് കാണുന്നില്ല. ഈ നിമിഷം സ്വതന്ത്രനാകുകയാണ് എൻ്റെ ആഗ്രഹം. സമയം വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കി താങ്കൾ എൻ്റെ തീവ്രാഭിലാഷം സാധിച്ചു തരണം. ഞാനൊന്നും പറഞ്ഞില്ല. അയാൾ എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അനുകൂലഭാവത്തിലല്ല ഞാനെന്ന് മനസ്സിലാക്കി അയാൾ ബാക്കിയുള്ളവരെയെല്ലാം മാറി മാറി നോക്കി. ആരിൽ നിന്നും സഹായകരമായ നിലപാട് ഉണ്ടാകില്ലെന്ന് മനസ്സിലായപ്പോൾ റെൻഫീൽഡ് പറഞ്ഞു, എങ്കിൽ നിങ്ങളെല്ലാവരും ഒന്നറിയുക. എന്നെ മോചിപ്പിക്കണമെന്ന് പറയുന്നത് എൻ്റെ സ്വാർത്ഥ ലാഭത്തിനായല്ല, മറിച്ച് നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾക്കാണ്. ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്നെ വിശ്വാസമാണെങ്കിൽ വിശ്വസിക്കുക. എന്നെയും ഇവരെപ്പോലെ ഒരു സുഹൃത്തായി കരുതാൻ താങ്കൾക്ക് കഴിയുമോ? വീണ്ടും അയാൾ ഞങ്ങൾ ഓരോരുത്തരെയും രൂക്ഷമായി നോക്കി. അയാളുടെ മാനസിക നിലയിൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അയാളെ കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നും ഞാൻ തീരുമാനിച്ചു. ഈ സമയത്തൊക്കെ പ്രൊഫസർ അയാളെ സശ്രദ്ധം നോക്കുന്നുണ്ടായിരുന്നു. മനസ്സിലുയരുന്ന ചോദ്യങ്ങളെ ആ മുഖം പ്രകടമാക്കുന്നുണ്ട്. സമശീർഷനായ ഒരാളോടെന്ന മട്ടിൽ പ്രൊഫസർ റെൻഫീൽഡിനോട് ചോദിച്ചു, നേരം പുലരും മുൻപ് തന്നെ പുറത്തു പോകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം തുറന്നു പറഞ്ഞുകൂടെ? അപരിചിതൻ മാത്രമായ ഞാൻ ഉറപ്പു തരുന്നു, തൃപ്തികരമായ മറുപടി തന്നാൽ ഈ നിമിഷം താങ്കളെ മോചിപ്പിക്കാം. റെൻഫീൽഡ് ഒന്നും പറഞ്ഞില്ല. ഖേദവും നിസ്സഹായതയും പ്രകടമാകുന്ന മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചു. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പ്രൊഫസർ തുടർന്നു, മോചനം ആവശ്യപ്പെടുന്നത് വളരെ മഹത്തരമായ കാര്യങ്ങൾ നിറവേറ്റാനാണെന്ന് താങ്കൾ പറയുന്നു. അത് യുക്തിഭദ്രമായി ഞങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചാൽ മതി. താങ്കൾ അവകാശപ്പെടും പോലെ ഭ്രാന്ത് മാറി സ്ഥിരബുദ്ധി തിരിച്ചു കിട്ടിയെന്ന് ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടണ്ടേ? അതിന് താങ്കൾ ഞങ്ങളെ സഹായിച്ചാലല്ലേ ഞങ്ങൾക്ക് താങ്കൾ ആഗ്രഹിക്കും പോലെ പ്രവർത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കാര്യം തുറന്നു പറയുക.
റെൻഫീൽഡ് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. പ്രൊഫസർ വാൻ ഹെൽസിംഗ്, എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. അങ്ങയുടെ വാദഗതി 100% ശരിയാണ്. പക്ഷേ എല്ലാം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ അല്പം പോലും മടിക്കാതെ എല്ലാം ഞാൻ തുറന്നു പറഞ്ഞേനെ. ഇക്കാര്യത്തിൽ ഞാനല്ല എൻ്റെ മാസ്റ്റർ. എനിക്കിപ്പോൾ ഇത്രേ പറയാൻ കഴിയൂ. എന്നെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ നടക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന് തോന്നിയ ഞാൻ ഒപ്പമുള്ളവരോട് പറഞ്ഞു. വരൂ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ജോലി പൂർത്തിയാക്കാം. ഗുഡ് നൈറ്റ് റെൻഫീൽഡ്. ഞാൻ വാതിൽക്കലേക്ക് നടന്നത് കണ്ട് റെൻഫീൽഡ് ചാടി എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. പണ്ടത്തെ പോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കാനാവുമെന്ന് കരുതി ഞാൻ കരുതലോടെ നിന്നു. പക്ഷേ എനിക്ക് തെറ്റി. അയാൾ എൻ്റെ മുന്നിൽ കയറി 2 കൈകളും ഉയർത്തിക്കൊണ്ട് കരുണയ്ക്കായി കേണു. പക്ഷേ എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. പ്രൊഫസറുടെ മുഖത്തും എൻ്റെ തീരുമാനത്തെ പിന്താങ്ങുന്ന ഭാവമായിരുന്നു. ഞങ്ങൾ മുറി വിട്ടിറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ വല്ലാതെ വിവശനായി. ഭയാക്രാന്തനായി കുനിഞ്ഞിരുന്ന് മുട്ടിനിടയിൽ മുഖം തിരുകി പൊട്ടിക്കരയാൻ തുടങ്ങി. ഒപ്പം പറയുന്നുമുണ്ട്, ഞാൻ അങ്ങയോട് താണു വീണ് അപേക്ഷിക്കുകയാണ്. ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. കാവൽക്കാരും ചാട്ടയും ചങ്ങലയും ഒക്കെ ആയിട്ടായാലും മതി. കൈകളിൽ വിലങ്ങ് വെക്കണമെങ്കിൽ അതുമാകാം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോകണം. എന്നെ ഇവിടെ തന്നെ സൂക്ഷിക്കുന്നതിൻ്റെ പ്രത്യാഘാതം താങ്കൾക്കറിയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ മനസാക്ഷിയാണ് പറയുന്നത്. എന്നെ മോചിപ്പിക്കാതിരുന്നാൽ വലിയ തെറ്റാണ്. താങ്കൾ പവിത്രമായി കരുതുന്ന സർവ്വതിൻ്റെയും പേരിൽ ദൈവനാമത്തിൽ ഞാൻ പറയുന്നു. പാപത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ മോചിപ്പിക്കണം. ഭ്രാന്ത് മാറി സ്ഥിരബുദ്ധിയായി തീർന്ന ഒരുവൻ അവൻ്റെ ആത്മാവ് വീണ്ടെടുക്കാൻ നടത്തുന്ന യുദ്ധമാണിതെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ പോകാൻ അനുവദിക്കൂ. ദയവായി പോകാൻ അനുവദിക്കൂ. ഞാൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വരൂ, കട്ടിലിൽ പോയി കിടക്കൂ. പക്വമായി പെരുമാറൂ. റെൻഫീൽഡ് നിശ്ചലനായി എന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അല്പനേരം നിന്നു. തുടർന്ന് അയാൾ കട്ടിലിൽ ചെന്നിരുന്നു, ആകെ തകർന്നതുപോലെ. ഞാൻ പുറത്തേക്കിറങ്ങുമ്പോൾ അയാൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി വാദിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിരിക്കുമല്ലോ. അത് മതി. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 1 രാവിലെ 5 മണി. മീനയെ ഇത്രയും ധീരയും ഉറച്ച മനസ്സിനുടമയായും ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അതുകൊണ്ട് അന്വേഷണ സംഘത്തിനൊപ്പം പുറപ്പെടുമ്പോൾ എനിക്ക് ഒട്ടും ഹൃദയഭാരം തോന്നിയില്ല. മീന വീട്ടിൽ നിൽക്കാമെന്ന് സമ്മതിച്ചതും വളരെ നന്നായി. ഈ ഭയാനകമായ ജോലിയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് എനിക്ക് സമാധാനം തരുന്നത്. അവൾ ചെയ്തതും ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ചിതറിക്കിടന്ന കുറിപ്പുകളും കത്തുകളും രേഖകളുമൊക്കെ ക്രമാനുസൃതം ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചതുകൊണ്ടാണ് പ്രൊഫസർക്ക് പോലും ഒരു വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞത്. അദ്ദേഹം അതിന് മീനയെ ശ്ലാഘിക്കുകയും ചെയ്തല്ലോ. എൻ്റെ ഭാര്യ എന്ന നിലയിൽ അവൾ നേടുന്ന പെരുമയിൽ എനിക്കും ആഹ്ലാദിക്കാമല്ലോ. റെൻഫീൽഡുമായുള്ള കൂടിക്കാഴ്ച എല്ലാവരെയും പോലെ എനിക്കും അസുഖകരമായാണ് അനുഭവപ്പെട്ടത്. മടങ്ങി പഠനമുറിയിലെത്തുവോളം ആരും ഒന്നും സംസാരിച്ചില്ല. മുറിയിലെത്തിയപ്പോൾ മോറിസ് ഡോക്ടർ സെവാർഡിനോട് പറഞ്ഞു, ഡോക്ടർ, ആ മനുഷ്യൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ഥിരബുദ്ധിയുള്ള ഭ്രാന്തനായിരിക്കും അയാൾ. എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അയാളെ മോചിപ്പിക്കാതിരുന്നത് ക്രൂരതയായിപ്പോയി എന്നാണ്. ആർത്തറും ഞാനും ഒന്നും സംസാരിച്ചില്ല. പ്രൊഫസർ വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഡോക്ടർ, ഭ്രാന്തന്മാരുടെ മനഃശാസ്ത്രം താങ്കളെപ്പോലെ എനിക്കറിയില്ല. പക്ഷേ ആ മനുഷ്യൻ്റെ യാചന കേട്ടപ്പോൾ എനിക്കും തോന്നിയത് അയാളെ മോചിപ്പിക്കാമായിരുന്നു എന്നാണ്. എന്തായാലും എല്ലാം നല്ലതിനാണെന്ന് കരുതാം. ഡോക്ടർ സെവാർഡ് സ്വപ്നത്തിലെന്നോണം മറുപടി പറഞ്ഞു, എനിക്കറിയില്ല, ഞാനും നിങ്ങളുടെ അതേ അഭിപ്രായക്കാരനാണ്. അയാൾ ഒരു സാധാരണ ചിത്തഭ്രമക്കാരൻ മാത്രമായിരുന്നെങ്കിൽ ഇന്നത്തെ അയാളുടെ സംസാരം കേട്ട് ഞാൻ അയാളെ പോകാൻ അനുവദിക്കുമായിരുന്നു. എന്നാൽ അയാളുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ ഒരുപാട് നിഗൂഢതകൾ കാണാം. അയാളിൽ ഡ്രാക്കുളയുടെ സ്വാധീനം ഉള്ളതായി സംശയം തോന്നുന്നു. ഒരിക്കൽ അയാൾ ഒരു പൂച്ചയെ കിട്ടണമെന്ന് വാശി പിടിച്ചു. ഒരു ദിവസം അയാൾ എൻ്റെ കഴുത്തിൽ കടിച്ച് ചോര കുടിക്കാൻ ശ്രമിച്ചു. അയാൾ ഡ്രാക്കുളയെ ഉദ്ദേശിച്ച് യജമാനനെ പ്രഭു എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും പൈശാചിക നടപടികളിൽ പ്രഭുവിനെ സഹായിക്കാനാണോ ഇപ്പോൾ പുറത്തു പോകണമെന്ന് വാശി പിടിക്കുന്നതെന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ കാണും പോലെ ഇയാളെ കാണാനാവില്ല. അതുകൊണ്ട് തൽക്കാലം നാം ചെയ്തത് തന്നെയാണ് ശരി എന്ന് സമാധാനിക്കാം. പ്രൊഫസർ എഴുന്നേറ്റ് ഡോക്ടറുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ആകുലപ്പെടാനൊന്നുമില്ല. ശരിയായാലും തെറ്റായാലും നാം ഓരോരുത്തരും ചെയ്യുന്നത് വലിയൊരു നന്മയിലാക്കുകയാണല്ലോ. അതുകൊണ്ട് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് സമാധാനത്തോടെ മനഃശാന്തി കൈവിടാതെ നമുക്ക് മുന്നേറാം. അല്പനേരമായി ആർത്തർ പുറത്തു പോയിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഒരു വെള്ളി വിസിലുണ്ടായിരുന്നു. പുരാതന കെട്ടിടമല്ലേ, നിറയെ പെരിച്ചാഴികളുണ്ടാവും. അവയെ ഭയപ്പെടുത്തി ഓടിക്കാൻ ഈ വിസിൽ നല്ലതാണ്. പിന്നെ വൈകാതെ ഞങ്ങൾ പുറപ്പെട്ടു. മതിൽ ചാടി എല്ലാവരും അകത്ത് കടന്നു. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വൃക്ഷങ്ങളുടെ മറവും നിഴലും പറ്റിയാണ് ഞങ്ങൾ നടന്നത്. ഒടുവിൽ ഞങ്ങൾ ആ വീടിൻ്റെ പോർച്ചിലെത്തി. പ്രൊഫസർ ബാഗ് തുറന്ന് കുറേ വസ്തുക്കൾ എടുത്ത് പുറത്ത് വച്ചു. അവയെ 4 തരംതിരിച്ചു വച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ നാം ആരംഭിക്കുകയാണ്.
നമ്മുടെ ശത്രു മനുഷ്യനല്ല, 20 മനുഷ്യരുടെ കായികശേഷിയുള്ള പ്രേത മനുഷ്യനാണ്. അവൻ്റെ അസാധാരണ കഴിവുകളെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ അറിയാം. ഇനി എല്ലാവരും ആയുധധാരികളാവണം. ഇതാ ഈ വെള്ളിക്കുരിശ് ഓരോരുത്തരുടെയും മാറിൽ തൂക്കിയിടണം. ഈ വെളുത്തുള്ളിപ്പൂമാലകൾ കഴുത്തിലണിയണം. ഈ കൈത്തോക്കും ടോർച്ചും സൂക്ഷിച്ചു പിടിക്കണം. എല്ലാറ്റിനും ഉപരി ഏറ്റവും പവിത്രവും ശക്തവുമായ ആയുധമാണ് ഈ കവറിലുള്ളത്, വിശുദ്ധ അപ്പം. ഇതും വാങ്ങിക്കൊള്ളുക. ഒരു തരത്തിലും അവൻ്റെ സ്പർശനം ഉണ്ടാകാതെ നോക്കണം. അതിനാണ് കുരിശും മാലയും വിശുദ്ധ അപ്പവും. തുടർന്ന് അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, എവിടെ ആ താക്കോൽ കൂട്ടം? അതുപയോഗിച്ച് വാതിൽ തുറക്കാൻ കഴിഞ്ഞാൽ പൂട്ട് പൊളിക്കേണ്ടല്ലോ. ഡോക്ടർ സെവാർഡ് കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം പരിശോധിക്കാൻ തുടങ്ങി. ഓരോന്നായി പരീക്ഷിച്ച് ഒടുവിൽ ആ പൂട്ടിന് പാകമായ താക്കോൽ കണ്ടെത്തി. അതുകൊണ്ട് കുറേ ശ്രമിച്ചപ്പോൾ പൂട്ട് തുറന്നു കിട്ടി. വാതിൽ തള്ളി തുറന്നപ്പോൾ തുരുമ്പെടുത്ത വിജാഗിരികൾ ഭയാനകരമായി ശബ്ദമുണ്ടാക്കി. അകത്ത് കടന്ന ഉടനെ വാതിലടച്ചു. വെളിച്ചം കണ്ട് പുറത്തുള്ളവരാരും ശ്രദ്ധിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. തുടർന്ന് ഞങ്ങൾ ഓരോരുത്തരും ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പരിശോധന ആരംഭിച്ചു. അരണ്ട വെളിച്ചത്തിൽ മുറിക്കുള്ളിൽ നിഴലുകൾ ആടിക്കളിക്കുന്നത് പോലും എന്നെ ഭയചകിതനാക്കി. എന്ന് തുറന്നു പറയാൻ എനിക്ക് ലജ്ജയില്ല. ട്രാൻസിൽവാനിയയിലെ ഡ്രാക്കുള കോട്ടയിൽ വച്ചുണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ ഓടിയെത്തുകയാണ്. ഇവൻ ഇതിനുള്ളിൽ എവിടെയോ മറഞ്ഞു നിന്ന് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. ചെറിയൊരനക്കം പോലും മനസ്സിൽ ഇടിമുഴക്കമായി മാറുന്നു. എനിക്ക് മാത്രമല്ല, ഒപ്പമുള്ളവർക്കും ഇതേ മാനസികാവസ്ഥയാണെന്ന് ഞാൻ ഊഹിച്ചു. വീടിനകം മുഴുവൻ 6 ഇഞ്ച് കനത്തിൽ പൊടി അടിഞ്ഞു കിടക്കുകയാണ്. ചുവരുകളിലും പൊടി അടിഞ്ഞിട്ടുണ്ട്. അതുപോലെ മാറാലയും മൂലകളിലെല്ലാം കാണാം. വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്തതിൻ്റെ എല്ലാ തെളിവുകളും കാണാനുണ്ട്. മേശപ്പുറത്തിരിക്കുന്ന താക്കോൽ കൂട്ടം മാത്രം അടുത്ത ദിവസങ്ങൾ കൈകാര്യം ചെയ്ത ലക്ഷണം കാണാനുണ്ട്. പ്രൊഫസർ എന്നോട് പറഞ്ഞു, മിസ്റ്റർ ജോനാഥൻ, താങ്കളാണല്ലോ ഈ കെട്ടിടത്തിൻ്റെ പ്ലാനും മറ്റും നേരത്തെ കണ്ടിട്ടുള്ളത്. ആ ഒരു സൂചന വെച്ച് ഞങ്ങളെ താങ്കൾക്ക് നയിക്കാൻ കഴിയില്ലേ? അത്ര കൃത്യമായി നിശ്ചയമില്ലെങ്കിലും ഒരു ഊഹം വെച്ച് ഞാനവരെ മുന്നോട്ട് നയിച്ചു. അവസാനം ഞങ്ങൾ കമാനാകൃതിയിലുള്ള ഒരു വാതിലിന് മുന്നിലെത്തി. ഇതുതന്നെയാണ് സ്ഥലം. കയ്യിലുണ്ടായിരുന്ന ചെറു വിളക്കിൻ്റെ വെളിച്ചത്തിൽ മാപ്പ് നോക്കിക്കൊണ്ട് പ്രൊഫസർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്ന് ആ വാതിലിൻ്റെ താക്കോൽ കണ്ടുപിടിച്ച് ആ വാതിൽ തുറന്നു കൊടുത്തു. അതിഭയങ്കരമായ ഒരു ദുർഗന്ധം ഞങ്ങളെ ബോധം കെടുത്തിക്കളയും വിധം പുറത്തേക്ക് പ്രവഹിച്ചു. ഞങ്ങളിലാരും ഇത്രയും രൂക്ഷമായ ദുർഗന്ധം ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ല. ഡ്രാക്കുളയോട് അടുത്ത് പെരുമാറിയ കാലത്ത് അയാൾ അടുത്ത് വരുമ്പോൾ ഇത്തരം വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നെങ്കിലും അതും ഇത്ര രൂക്ഷമായിരുന്നില്ല. ഒരുപക്ഷെ വായുപ്രവാഹം ഇല്ലാത്ത ഇരുട്ടറയായതുകൊണ്ടാവാം. ദുർഗന്ധം വകവയ്ക്കാതെ ഞങ്ങൾ ആ ഇരുട്ടറയിലേക്ക് കയറി. അവിടെയാണ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രൊഫസറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പെട്ടികളുടെ എണ്ണം പരിശോധിച്ചു. 29 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി. അതിനിടയിൽ എൻ്റെ അടുത്ത് നിന്നിരുന്ന ആർത്തർ ഞെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നോക്കുന്നത് കണ്ട് ഞാനും തിരിഞ്ഞു നോക്കി. ഞാൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷം എൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ. പുറത്ത് ഒരു നിഴൽ രൂപം മാറുന്നത് കണ്ടതുപോലെ തോന്നി. ആ രൂപത്തിന് ഡ്രാക്കുളയുടെ മുഖമായിരുന്നോ? ഒരു നിമിഷം മാത്രമേ ആ തോന്നൽ നിലനിന്നുള്ളൂ. ആർത്തർ എൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, ആരുടെയോ ഒരു മുഖം കണ്ടുവോ എന്ന് ഞാൻ ശങ്കിച്ചുപോയി. പക്ഷേ അത് വെറും ഒരു നിഴലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ജോലി തുടർന്നു. നിഴൽ കണ്ടെന്ന് തോന്നിയ ഭാഗത്തേക്ക് ടോർച്ച് തെളിച്ചുകൊണ്ട് ഞാൻ നടന്നു ചെന്നു. അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ ഒളിച്ചു കളിക്കുന്ന ഭയം കൊണ്ട് വെറുതെ തോന്നിയതായിരിക്കും. പക്ഷേ ആർത്തറിനും അങ്ങനെ തോന്നിയല്ലോ. അല്പസമയം കഴിഞ്ഞപ്പോൾ മോറീസ് നിന്നിരുന്ന സ്ഥലത്തു നിന്നും കുതറി പിന്നോക്കം ചാടി. എല്ലാവരും അയാൾ നിന്ന സ്ഥലത്തേക്ക് നോക്കി. എന്തോ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാവരും ഒരുതരം വിഭ്രാന്തിയിലായി. മിനിറ്റുകൾക്കുള്ളിൽ ആ മുറി മുഴുവൻ ആയിരക്കണക്കിന് എലികൾ നിറഞ്ഞു. ആർത്തർ മുൻകരുതലായി കരുതിയ വിസിലെടുത്ത് ഊതിയപ്പോൾ ഡോക്ടർ സെവാർഡിൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്നും നായ്ക്കളുടെ കുര കേട്ടു. അല്പസമയത്തിനുള്ളിൽ 3 ടെറിയൻ നായകൾ പാഞ്ഞു വന്നു കുരച്ചുകൊണ്ട് വീടിന് ചുറ്റും ഓടാൻ തുടങ്ങി. പക്ഷേ എലികൾക്ക് അവയെ ഭയമുള്ളതായി തോന്നിയില്ല. അവ ഓടി മാളത്തിൽ ഒളിച്ചതുമില്ല. മാത്രമല്ല അവയുടെ എണ്ണം പിന്നെയും പെരുകിക്കൊണ്ടിരുന്നു. മാത്രമല്ല ക്രമേണ നായ്ക്കളുടെ ശൗര്യം ഒടുങ്ങിയതുപോലെ തോന്നി. അവ കുര മതിയാക്കി കുത്തിയിരുന്ന് ദയനീയമായി മോങ്ങാൻ തുടങ്ങി. എലികളുടെ ശല്യം വല്ലാതെ വർദ്ധിച്ചപ്പോൾ പുറത്തിറങ്ങിയല്ലാതെ ഞങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. ആർത്തർ ഒരു നായയെ പൊക്കിയെടുത്ത് മുറിക്കുള്ളിൽ നിർത്തി. അവൻ ശൗര്യം വീണ്ടെടുത്ത് എലികളെ ഓടിച്ചു പിടിക്കാൻ തുടങ്ങി. ഉടനെ മറ്റു നായ്ക്കളെയും മുറിയിലേക്ക് കയറ്റി. അവയും എലിപിടുത്തം നടത്തിയെങ്കിലും വളരെ കുറച്ച് എണ്ണത്തിനെ വകവരുത്താൻ ആ നായ്ക്കൾക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും മറ്റുള്ളവ പെട്ടെന്ന് അപ്രത്യക്ഷരായി. എലികൾ പോയതോടെ ഏതോ ദുഷ്ടശക്തി ഒഴിഞ്ഞു പോയതുപോലെ ഞങ്ങൾക്ക് തോന്നി. നായ്ക്കൾ അവശേഷിച്ച എലികളെ കടിച്ചുകുടഞ്ഞും തട്ടിക്കളിച്ചും രസിച്ചു കൊണ്ടിരുന്നു.
ആ ശ്വാസം മുട്ടുന്ന മുറിയിൽ നിന്നും പുറത്തു കടന്ന് ശുദ്ധവായു ശ്വസിക്കുകയും എലികൾ അപ്രത്യക്ഷരായി ഭീകരാന്തരീക്ഷം മാറുകയും ചെയ്തതോടെ ഞങ്ങൾ എല്ലാവരും പഴയപടി ഊർജ്ജസ്വലരായി മാറി. പെട്ടികൾ സൂക്ഷിച്ചിരുന്ന മുറി പൂട്ടിയ ശേഷം മറ്റു മുറികളിൽ തിരച്ചിൽ തുടർന്നെങ്കിലും ഒന്നും പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പാദസ്പർശം ഏറ്റ് പൊടി ധൂളിയായി പറന്നു. എല്ലാവരുടെയും കാൽപ്പാടുകൾ അവിടെ പതിഞ്ഞു കാണാമായിരുന്നു. ഒടുവിൽ തിരച്ചിൽ മതിയാക്കി പുറത്തു വന്ന് പുറംവാതിൽ അടച്ചുപൂട്ടി പ്രൊഫസർ താക്കോൽ കീശയിലിട്ടു. അപ്പോൾ കിഴക്ക് വെള്ള കീറിയിരുന്നു. വലിയൊരു സാഹസിക ദൗത്യം നിർവഹിച്ചതിൻ്റെ കൃതാർത്ഥതയോടെ നിൽക്കെ പ്രൊഫസർ വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഇതുവരെയുള്ള നമ്മുടെ ശ്രമം വലിയ വിജയമായിരുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നതുപോലെ കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടായതുമില്ല. എത്ര പെട്ടികൾ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. ഈ ദുർഘടം പിടിച്ച ദൗത്യത്തിന് പ്രിയപ്പെട്ട മീനയെ കൂട്ടാതിരുന്നത് വളരെ നന്നായി. അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ നശിച്ച ദുർഗന്ധം സഹിക്കുമായിരുന്നോ? എലികളുടെ ബഹളം കണ്ട് ഭയന്നു പോകുമായിരുന്നില്ലേ? ഏതായാലും നമ്മെ ഭയപ്പെടുത്താനായി അവൻ അയച്ച എലികൾ നമ്മുടെ നായ്ക്കളുടെ പരാക്രമത്തിന് മുന്നിൽ നിഷ്പ്രഭരായി പോയല്ലോ. ഡ്രാക്കുള കോട്ടയിൽ വച്ച് അവൻ ചെന്നായ്ക്കളെ പലതവണ വരുത്തുന്നത് ജോനാഥൻ കണ്ടതാണല്ലോ. ഇന്ന് അവൻ കാര്യമായ രീതിയിലൊന്നും നമ്മെ ഭീഷണിപ്പെടുത്തിയില്ല. പക്ഷെ ഇനിയും അവൻ്റെ നീക്കങ്ങൾ കൂടുതൽ ഭയാനകമായേക്കാം. എന്തായാലും നാം ലക്ഷ്യം കണ്ടേ പിന്മാറൂ എന്ന് വീണ്ടും പ്രതിജ്ഞയെടുക്കാം. ഇപ്പോൾ പ്രഭാതമായല്ലോ, നമുക്ക് മടങ്ങാം. ഇന്നുണ്ടായ അനുഭവങ്ങളൊന്നും മീനയോട് പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. മുറിയിലെത്തി ഞാൻ അവളെ ഉണർത്താതിരിക്കാൻ സോഫയിൽ കിടന്നു. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക്, ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കഥയുടെ അടുത്ത ഭാഗം കേൾക്കുവാനായി ചാനൽ സന്ദർശിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.